അറിവിന്റെയും നൈപുണ്യത്തിന്റെയും വെളിച്ചം പകർന്ന് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലൂടെ നമ്മുടെ വിദ്യാലയം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടായ പരിശ്രമത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയുമാണ് മുന്നോട്ടുള്ള യാത്ര നാം തുടരുന്നത്. ദ്വാരക AUP സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസ് പൊരുന്നേടവും സഹായ മെത്രാൻ മാർ അലക്സ് താരാമംഗലവും രക്ഷാധികാരികളായും റവറന്റ് ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴ കോർപ്പറേറ്റ് മാനേജരായും സേവനം ചെയ്യുന്ന മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ ഈ വിദ്യാലയം പ്രവർത്തിച്ചു വരുന്നു. വിദ്യാലയം ഇന്ന് റവറന്റ് ഫാദർ മാത്യു മൂത്തേടത്ത് മാനേജരായും സിസ്റ്റർ സിജി ജോസഫ് പ്രധാന അധ്യാപികയായും പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിൽ 43 അധ്യാപകരും ഒരു അനധ്യാപകനും സേവനമനുഷ്ഠിക്കുന്നു. LP UP വിഭാഗങ്ങളിലായി 1218 കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച അധ്യാപികമാരായ ത്രേസ്യ KV, ലീമ CV, പ്രമോഷനായ ലിസി TJ, സ്ഥലം മാറിപ്പോയ സിസ്റ്റർ ബിജി പോൾ, ഷൈനി KL, രജിത എന്നിവരുടെ ഒഴിവിലേക്ക് ലിൻഡു P തോമസ്, അമൽജിത് സിബി, ലീന KJ, ബ്ലസ്സി ബേബി, സിസ്റ്റർ നീനു, സ്മിതമോൾ, നൈന M സെബാസ്റ്റ്യൻ, ജാൻസി KT, റീത്ത MV, സിസ്റ്റർ നിതിന, ആതിര KV, ജീവ എന്നീ അധ്യാപകർ പുതിയതായി നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. 2025 ജൂൺ 2-ാം തീയതി പ്രൗഢഗംഭീരമായ പ്രവേശനോത്സവത്തോടെ നവാഗതരെ സ്വീകരിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ 1-ാം ക്ലാസ്സിലേക്കും മറ്റു ക്ലാസുകളിലേക്കും എത്തിച്ചേർന്ന കുട്ടികളെ വരവേൽക്കാൻ വിപുലങ്ങളായ ഒരുക്കങ്ങളാണ് സ്കൂളിൽ നടത്തിയത്. 1-ാം ക്ലാസ്സിലെത്തിയ കുരുന്നുകൾക്ക് PTA നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. PTA ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ അന്തരീക്ഷം സ്കൂളിൽ ഒരുക്കുന്നതിൽ PTA നിർണായക പങ്ക് വഹിക്കുന്നു. 26/6/2025 ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയും PTA പ്രസിഡന്റായി ശ്രീ ജിജേഷിനെയും MPTA പ്രസിഡന്റായി ശ്രീമതി ഡാനി ബിജുവിനെയും 15 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി PTA അംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും കലാകായിക പരിപാടികൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ട് സ്കൂളിൽ സജീവമായി ഇടപെടുവാൻ PTAക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരും എഴുതുന്നു, എല്ലാവരും വായിക്കുന്നു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി സ്കൂളുകളിൽ നടപ്പാക്കുന്ന എല്ലാവരും എഴുതുന്നു, എല്ലാവരും വായിക്കുന്നു എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ദ്വാരക AUP സ്കൂളിലും നല്ല രീതിയിൽ നടന്നുവരുന്നു. 7-ാം ക്ലാസ് പൂർത്തിയാക്കുന്ന മുഴുവൻ കുട്ടികളും ലേഖന വായനശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുന്നവർക്കായി LSS, USS പരിശീലനവും നൽകി വരുന്നു. 2024-25 അധ്യയന വർഷത്തെ LSS USS പരീക്ഷയിൽ മികവാർന്ന നേട്ടം കൈവരിക്കുവാൻ ദ്വാരക UP സ്കൂളിന് സാധിച്ചു. 17 LSSഉം 19 USSഉം നേടാൻ കുട്ടികൾക്ക് സാധിച്ചു. സന ഫാത്തിമ, നോബിൾ റോഷ് എന്നീ കുട്ടികൾ ഗിഫ്റ്റഡായും തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലബ്ബുകൾ, കപ്പ്, ബുൾബുൾ യൂണിറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ട്രാഫിക് ക്ലബ്, ലഹരി വിരുദ്ധ ക്ലബ്, ഭാഷാ ക്ലബ്ബുകൾ തുടങ്ങി 15ഓളം ക്ലബ്ബുകൾ വളരെ ഊർജ്ജസ്വലമായി വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുവാൻ വായനാമൂലകൾ സാധ്യമാക്കുകയും വായനാ സാമഗ്രികളും പത്രവും ഒരുക്കുകയും ചെയ്തു വരുന്നു. കൂടാതെ എല്ലാ ക്ലാസ് മുറികളിലും വായനയ്ക്കായി ക്ലാസ് ലൈബ്രറികൾ സജ്ജമാണ്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ നയിക്കുവാനും അധ്യാപകർ പരിശ്രമിക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ ക്ലബ് മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോട് ചേർന്ന് ദ്വാരക AUP സ്കൂളിലും വ്യത്യസ്തമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുവെച്ച മഹാവിപത്തുകളെ തിരിച്ചറിയുവാനും ചതിക്കുഴികളിൽ പെടാതിരിക്കുവാനുമുള്ള സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, പോസ്റ്റർ നിർമ്മാണം, കൊളാഷ് നിർമ്മാണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, പ്ലക്കാർഡ് നിർമ്മാണം, ലഹരി വിരുദ്ധ റാലി, മനുഷ്യച്ചെങ്ങല, പതിപ്പ് നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി. ആഘോഷങ്ങൾ
2025-26 അധ്യയന വർഷം ഓണം, ക്രിസ്തുമസ്, ശിശുദിനം, സ്വാതന്ത്ര്യദിനം എന്നിവ PTA നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികളോടെ ആഘോഷിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ പ്രധാനമന്ത്രിയായി കുമാരി അമേലിയ മനുവും സ്പീക്കറായി ആൽഫിയ മനുവും തെരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികൾ തയ്യാറാക്കിയ ആശംസാ കാർഡുകൾ ആകർഷകമായിരുന്നു. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ. സമ്മതിദാന അവകാശത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലും 2025-26 വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. UP വിഭാഗം ലീഡറായി ആദം ഷിനു ജോസും ഡെപ്യൂട്ടി ലീഡറായി സഹദിയ ഫാത്തിമയും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ ആർട്സ് സെക്രട്ടറിയായി മുഹമ്മദ് റസീൻ, സ്പോർട്സ് സെക്രട്ടറിയായി മാനുവൽ കെ നോബി എന്നിവരെയും തിരഞ്ഞെടുത്തു. ശിശുദിനം, ഭിന്നശേഷി ദിനം എന്നിവയോടനുബന്ധിച്ച് മാറ്റൊലിയിൽ കുട്ടികൾക്ക് വാർത്താ അവതരണത്തിനുള്ള അവസരം നൽകുകയും മികച്ച വാർത്തകൾ വായിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. കായിക മേഖലയിൽ മികവ് പുലർത്തുന്നതിനും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നിലനിർത്തുന്നതിനുമായി വിവിധങ്ങളായ കായിക ഇനങ്ങൾക്ക് സിസ്റ്റർ സബീനയുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ പരിശീലനം നൽകി വരുന്നു. വയനാട് ജില്ലാ വടംവലി മത്സരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തത് അഭിമാനകരമാണ്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് കായിക താരവും അധ്യാപകനുമായ അമൽജിത് സിബിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടത്തി. വിവിധ ഹൗസുകളുടെ നേതൃത്വത്തിൽ കുട്ടികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചു. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിൽ കുമാർ സാർ നിർവഹിച്ചു. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ബഷീർ ദിനം, ചാന്ദ്രദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, സംസ്കൃത ദിനം, സ്വാതന്ത്ര്യദിനം, ഹിന്ദി ദിനം എന്നിവയോടനുബന്ധിച്ച് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുകയും മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. നാടകകൃത്തും കലാസാംസ്കാരിക പ്രവർത്തകനുമായ ചിറപ്പുറം ബാബു സാർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ലോക ഭിന്നശേഷിയോടനുബന്ധിച്ച് ദ്വാരക AUP സ്കൂളിൽ BRC മാനന്തവാടിയും SSK വയനാടും സംയുക്തമായി ഭിന്നശേഷി വാരാചരണ വിളംബര ജാഥ നടത്തി. പ്രധാന നേട്ടങ്ങൾ. ഉപജില്ലാ കായികമേള, ശാസ്ത്രമേള, കലാമേള തുടങ്ങിയവയിലെല്ലാം മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. മാനന്തവാടി ഉപജില്ലാ സോഷ്യൽ സയൻസ് മേളയിൽ LP വിഭാഗം കുട്ടികൾക്ക് 2ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനാർഹമാണ്. ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും പ്രവൃത്തിപരിചയമേളയിലും എല്ലാ വിഭാഗങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും മികച്ച ഗ്രേഡുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്തു. എടവക ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 23/10/2025 LP വിഭാഗം സ്കൂൾ കലോത്സവം ദ്വാരക AUP സ്കൂളിൽ നടന്നു. 11 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സ്ക്രീനിങ്ങിൽ പങ്കെടുത്തു. ഉപജില്ലാ കലാമേളയിൽ LP ജനറൽ വിഭാഗം 1ാം സ്ഥാനവും അറബിക് കലോത്സവത്തിൽ LP വിഭാഗം 2ാം സ്ഥാനവും UP ജനറൽ വിഭാഗം 4ാം സ്ഥാനവും ഉറുദു കലോത്സവം, സംസ്കൃതോത്സവം എന്നിവയിൽ മികച്ച നേട്ടം കൈവരിക്കുവാനും കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത UP ദേശഭക്തിഗാന ടീം A ഗ്രേഡ് കരസ്ഥമാക്കി. അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ കെൻസ ഖയാൻ, കെൻസ ഫാത്തിമ, ആയിഷ TK എന്നിവർ സമ്മാനാർഹരായി. സ്വദേശ് മെഗാ കിസിൽ UP വിഭാഗത്തിലെ പാർവണ S പ്രമോദും അഡോണ തെരേസും LP വിഭാഗത്തിലെ റസ ഇബ്രാഹിം, സാരിങ് സന്ദീപ് എന്നീ കുട്ടികളും സബ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും UP വിഭാഗത്തിലെ അഡോണ തെരേസ് ജില്ലാതലത്തിൽ മത്സരിക്കുകയും ചെയ്തു. കളർ ഇന്ത്യ ചിത്രരചനാ മത്സരത്തിൽ LP വിഭാഗത്തിലെ പാർത്ത് സാരഥ് ജില്ലാതലത്തിൽ സമ്മാനാർഹനായി. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ നടത്തിയ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി UP വിഭാഗം ഫ്ലാഷ് മോബിന് 3ാം സ്ഥാനം ലഭിച്ചു. ജില്ലാതല ബാഡ്മിന്റൺ മത്സരത്തിൽ പങ്കെടുത്ത് 7ാം ക്ലാസ്സിലെ സിദ്ധാർത്ഥ് 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും സംസ്ഥാന മത്സരത്തിന് അർഹത നേടുകയും ചെയ്തു. ജൂനിയർ വിഭാഗം സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പ് തൈക്കോണ്ടയിൽ പങ്കെടുത്ത
ദർശനസ്, സനൽ സാവിയോ ജോഷി എന്നിവർക്ക് വെങ്കല മെഡൽ കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണ്. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ ഖഡിൽസ് മത്സരത്തിൽ പങ്കെടുത്ത് നമ്മുടെ വിദ്യാലയത്തിലെ കായിക അധ്യാപിക സിസ്റ്റർ സബീന 1ാം സ്ഥാനം നേടിയത് ഏറെ അഭിമാനാർഹമാണ്. മുൻ മാനേജരും 34ാമത് KCBC ഗുരുപൂജ പുരസ്കാര ജേതാവുമായ റെവറൻ ഫാദർ ജോൺ വിജയൻ ചോഴംപറമ്പിലിനെ സ്കൂൾ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി സംഘടിപ്പിച്ച ബെത്ലഹേം ബീഡ്സ് കരോൾ ഗാന മത്സരത്തിൽ UP വിഭാഗം 1ാം സ്ഥാനവും LP വിഭാഗം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഗ്മയം ഭാഷാ പ്രതിഭാ നിർണയ പരീക്ഷയിൽ സബ് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ സഹദിയ ഫാത്തിമയ്ക്ക് അഭിനന്ദനങ്ങൾ. കുട്ടികളുടെ ഹരിതസഭ. പച്ചപ്പുള്ള ഭാവി, ശുചിത്വമുള്ള ഭൂമി എന്ന മുദ്രാവാക്യവുമായി ദ്വാരക AUP സ്കൂളിൽ കുട്ടികളുടെ ഹരിതസഭ രൂപീകരിച്ചു. ഹരിതസഭയുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെയും ഹിന്ദി, ഉറുദു ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറിത്തോട്ടം നിർമ്മിച്ച് പരിപാലിച്ചു വരുന്നു. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പുതിയ കളിയിടം നിർമ്മിച്ചു. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം കളിച്ചു വളരാനും വിശ്രമവേളകൾ ആനന്ദകരമാക്കുവാനും കിഡ്സ് പാർക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ച മുൻ ഹെഡ്മാസ്റ്റർ ഷോജി സാറിനെയും PTA അംഗങ്ങളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ബോധവൽക്കരണ ക്ലാസ്. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ കൈകോർത്താലേ വിദ്യാഭ്യാസ പ്രക്രിയ സുഗമമാവൂ എന്ന ബോധ്യം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ UP വിഭാഗത്തിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ശ്രീ ജോസഫ് വയനാട് നയിച്ച ബോധവൽക്കരണ ക്ലാസ് ഏറെ പ്രയോജനകരമായിരുന്നു. LP വിഭാഗം കുട്ടികൾക്ക് ആരോഗ്യം, ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഞ്ചുകുന്ന് ഹോമിയോ ഡിസ്പെൻസറിയിൽ നിന്നും എത്തിയ ഡോക്ടർ വന്ദനയാണ് കുട്ടികൾക്ക് ക്ലാസ് നൽകിയത്. തനതു പ്രവർത്തനങ്ങൾ. ഒരു ദിനം ഒരറിവ് എന്ന പേരിൽ പൊതുവിജ്ഞാനം കുട്ടികളിൽ എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷവും നടന്നു. ഗോത്രവിഭാഗം കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്നതിനും കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് കൈത്തൊഴിൽ നേടുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ഗോത്രവിഭാഗം പെൺകുട്ടികൾക്ക് തയ്യൽ പരിശീലനവും ആൺകുട്ടികൾക്ക് സൈക്ലിംഗ് പരിശീലനവും നടത്തിവരുന്നു. പ്രകൃതിയെ അറിയാം. സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾക്കായി അധ്യാപകരുടെ നേതൃത്വത്തിൽ തിരുനെല്ലിയിലേക്ക് പ്രകൃതി പഠന യാത്ര നടത്തി. കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവമാണ് യാത്ര നൽകിയത്. അക്കാദമിക രംഗത്തും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നാം കൈവരിച്ച നേട്ടങ്ങൾ നമ്മുടെ കൂട്ടായ സഹകരണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. മികച്ച ഭാവിക്കായി നമുക്കിനിയും ഒന്നിച്ചു പ്രവർത്തിക്കാം. PTA അംഗങ്ങളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാ അഭ്യുദയകാംക്ഷികളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു.